ഹായ് ഗൈസ്, അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് മിന്ത്രയിൽ നിന്ന് വാങ്ങിയ H&Mൻ്റെ സ്വെറ്റ് ഷർട്ടാണെന്ന് തോന്നുന്നു, വലിയ ഓർമ്മയില്ല. ഐസിന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് കാണിക്കട്ടെ. ഐസിന് വാങ്ങിയതാണ് 2 എണ്ണം. വാ, അടിപൊളി, സൂപ്പർ, ഐ ലൈക്ക് ഇറ്റ് സോ മച്ച്. പിന്നെ വാങ്ങിയത് ഒരു ഗ്രീൻ, നല്ല രസമുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം ഇത് രണ്ടും ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇനി ഞാൻ വലിയൊരു അൺബോക്സ് ഉണ്ട്, അതായത് എൻ്റെ പൊന്നോ, ഞാൻ ആകെ ടയർഡായി. ഇത്രയും വലിയ അൺബോക്സ് ഞാൻ വിശാൽ മാർട്ടിൽ നിന്ന് പോയിട്ട് വാങ്ങി. പിന്നെ റിലയൻസിൽ പോയിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി. ആകെ ടയർഡായി. അപ്പം അത് കാണിക്കാം. വിശാൽ മാർട്ടിൽ പ്രൈസ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് പില്ലോ കവറാണ്. ബ്യൂട്ടിഫുൾ പില്ലോ കവർ കണ്ടോ. ഈ പില്ലോ കവറിൻ്റെ പ്രൈസാണ് ഏറ്റവും കാണേണ്ടത്. ഓൺലി 69 റുപ്പീസ് ഈ ഒരു പില്ലോ കവറിന്. ഒന്നല്ല കേട്ടോ, സെറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ അടുത്തത് വന്നിട്ട് 3 സെറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഒക്കത്തിന് 69 റുപ്പീസ് കേട്ടോ. പിന്നെ അടുത്തത് ഇതാണ്. അവിടെ വെച്ചിട്ട് വാ, അവിടെ വെക്കത്. പിന്നെ ഞാൻ വാങ്ങിയത് ഐസിന് പൊടി പോലത്തെ ഇത്. പിന്നെ ഐസിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ് കേട്ടോ കുറേ. പിന്നെ ഞാൻ കാണിക്കുന്ന ഇത് വരുന്നത് 6 എണ്ണം കേട്ടോ. അടങ്ങിയിരിക്കേ. ഈ 6 എണ്ണത്തിന് വരുന്നത് ഓൺലി 99 റുപ്പീസ് കേട്ടോ. ഈ 6 എണ്ണത്തിന് വരുന്നത്. നോ. പിന്നെ വരുന്നത് ഈ ഒരു ജാക്കറ്റ്. അപ്പം ഇതാട്ടോ ജാക്കറ്റ് വന്നിട്ട് ഇങ്ങനത്തെ ഒരു ജാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കമ്മൽ സ്റ്റഡ് അടിക്കാൻ വേണ്ടി പോയപ്പം അവിടെ വെച്ച് മറന്നുപോയി. പിന്നെ വന്നിട്ട് ഇതൊന്ന് കാണിക്കട്ടെ. പിന്നെ വന്നിട്ട് ഇതാണ്, ഇതൊരു സെറ്റാണ് കേട്ടോ. കുറച്ച് വാങ്ങിയിട്ടുണ്ട്, കാരണം എനിക്ക് തീരെ ഇല്ല, ക്ലൈമറ്റ് ചേഞ്ച് ആയതല്ല, അപ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് വലുതാണ് സൈസ്. ചിലപ്പോൾ സൈസ് ചേഞ്ച് ചെയ്യേണ്ടി വരും, എന്തെങ്കിലും ചെയ്യണം. പിന്നെ പാൻറ്റ് അത് കാണിക്കണ്ട. പിന്നെ 2 പെയർ സോക്സിന് വെറും 69 രൂപ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ഭയങ്കര വില കുറവാണ്. അപ്പോൾ അത് കാരണം ഞാൻ അവിടെ